ബഡ്ജറ്റ് ഒക്കെ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തൊരു കമ്പനി കോവിഡ് പോലെ ഒരു അൺസർട്ടൺ ഇവന്റ് വന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബഡ്ജറ്റ് ഫെയിൽഡ് ആകാതിരിക്കുമെന്ന്? എന്നാൽ ഫെയിൽ ആകാത്ത കമ്പനികളുമുണ്ട്. കാരണം വലിയ കമ്പനികൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഒരേ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിൽ മാത്രം നിൽക്കില്ല. 3 ടൈപ്പ് ഓഫ് അപ്രോച്ച് നോർമലി വലിയ കമ്പനീസ് ഫോളോ ചെയ്യാറുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്നതിനെ നടുക്ക് വെച്ച് അതിന് നോർമൽ കാറ്റഗറി ഓഫ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പെസിമിസ്റ്റിക് അപ്രോച്ചും ഒരു ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ചിലും ഉള്ള ബഡ്ജറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ബാങ്കിൽ ആവശ്യത്തിന് കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ സ്റ്റോക്കിലിരിക്കുന്ന ഇൻവെന്ററി ഒക്കെ കുറഞ്ഞു വരും, അതുകൊണ്ട് എനിക്ക് ബിസിനസ് നന്നായിട്ട് പോകും. എൻ്റെ സെയിൽ നന്നായിട്ട് നടക്കുന്നു, അതുകൊണ്ട് ഇത്രയും ചെലവ് വരും. നിങ്ങളൊരു സ്മോൾ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും ഈ പേര് കേട്ട് പേടിക്കണ്ട. ഇത് എല്ലാവരുടെയും ആപ്ലിക്കബിലിറ്റി ഒരുപോലാണ്. ഇതൊക്കെ കണക്ക് കൂട്ടുന്നതിൻ്റെ ലോജിക്കും സിമിലറാണ്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, റവന്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ടോട്ടൽ റവന്യൂ വെച്ചിട്ട് ഇക്കൊല്ലം ഞാൻ 3 കോടി ഉണ്ടാക്കിയത് കൊണ്ട് അടുത്ത കൊല്ലം ഒരു 10% കൂടിയിരിക്കട്ടെ, 330 ആക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശതമാനം വെച്ച് പോകുന്നവർ. വേറെ ചിലർ പറയും, ഇപ്രാവശ്യം 3 കോടിയാണോ, ഒട്ടും കുറയ്ക്കണ്ട, 5 കോടിയാകട്ടെ അടുത്ത വർഷം. ഇങ്ങനെയുള്ള വെറും നമ്പർ ഗെയിമിൽ മാത്രം നിന്നുകൊണ്ട് റവന്യൂ ഫോർകാസ്റ്റ് ചെയ്യാതെ ഒരു ബോട്ടം അപ്പ് അപ്രോച്ചിൽ വളർത്തിക്കൊണ്ട് റവന്യൂ വരിക എന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 10 പ്രോഡക്റ്റ് ഉള്ള ഒരു കമ്പനിയാണെന്നിരിക്കട്ടെ. നിങ്ങൾ 10 പ്രോഡക്റ്റ് വിറ്റിട്ടാണ് ഈ 3 കോടി എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോ പ്രോഡക്റ്റിന്റെയും റവന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസൈഡ് ചെയ്ത് അതിനടിസ്ഥാനത്തിൽ ടോട്ടൽ ചെയ്യുന്ന ആ റവന്യൂ ഉണ്ടല്ലോ, അത് വളരെ പവർഫുൾ ആയിരിക്കും. നിങ്ങൾ മുന്നോട്ട് വരുന്ന വർഷം നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യുവാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തെയോ റവന്യൂവിനെയോ അല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓരോ പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സും ഡ്രോബാക്സും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഈ എസ്റ്റിമേറ്റിൽ ട്രാക്കിംഗ് ആൻഡ് ട്രേസബിലിറ്റി കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും പ്രോഡക്റ്റ് വൈസ്. ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസിനെ ബഡ്ജറ്റ് ചെയ്യുവാനായി. ബഡ്ജറ്റിങ്ങിൽ എപ്പോഴും എക്സ്പെൻസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റവന്യൂ വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ബോട്ടം അപ്പ് സ്ട്രാറ്റജി ഫോം ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസ് ചെയ്യുന്നത് വളരെ നിസ്സാരമായി മാറും.